ചെല്ലാനം മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി കൊച്ചി നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായ ശ്രീ CG രാജഗോപാൽ സാർ. സ്വാഗതം. നമസ്കാരം. നമ്മുടെ മീഡിയ എന്ന് പറയുന്നത് ചെല്ലാനം മീഡിയ എന്ന് പറയുന്നത് ചെല്ലാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മീഡിയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യങ്ങളെല്ലാം ചെല്ലാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ കൊച്ചി നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ചെല്ലാനം എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾ അവിടുത്തെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ ചെല്ലാനത്തെക്കുറിച്ചുള്ള പഠനം എങ്ങനെയാണ്? ഒരു മത്സരത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൊച്ചി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുവാനും അത് ദേശീയ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ സാധിച്ചതിൽ പ്രിയപ്പെട്ട കൊച്ചി നിയോജകമണ്ഡലം വാസികളോട് എനിക്ക് അവരെ കാണുവാനും അവരെ സംസാരിക്കുവാനും അവരെ കേൾക്കുവാനും ഒരു അവസരം ലഭിച്ചു. അതിൽ അതിയായ സന്തോഷം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ ചെല്ലാനം ഈ ചാനലിലെ പ്രേക്ഷകരോട് ഞാൻ സംവദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു വലിയ സുന്ദരമായൊരു രൂപമുണ്ട്. കൊച്ചി നിയോജകമണ്ഡലത്തിലെ പ്രതിനിധീകരിക്കാൻ ജനങ്ങൾ പോകുന്നു എന്നൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ CG രാജഗോപാൽ എന്ന മുത്തു എന്ന എനിക്ക് ഈ കൊച്ചി നിയോജകമണ്ഡലം എന്ന് പേര് കണ്ടു തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടൂറിസവുമായും മറ്റു സാംസ്കാരികവുമായും വിവിധ ഭാഷകൾ, വർണ്ണങ്ങൾ, സംസ്കാരങ്ങൾ ഇതെല്ലാം കൊണ്ട് സമ്പുഷ്ടമായ ഒരു കൊച്ചി നിയോജക മണ്ഡലത്തിൽ ഒരു നല്ല ജനപ്രതിനിധി ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാവേണ്ടതല്ലേ? കാരണം ഇത്രയും വിശാലമായ അല്ലെങ്കിൽ സമ്പുഷ്ടമായ പല ഘടകങ്ങളും ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് ചെല്ലാനവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ കണ്ണമാലി, ചെല്ലാനം ഞാനൊരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തൊട്ട് തന്നെ ചെല്ലാനവുമായും കണ്ണമാലിയുമായും എനിക്ക് വലിയ അടുപ്പമുണ്ട്, ഒരു ആത്മബന്ധം തന്നെയുമുണ്ട്. എൻ്റെ പല കുടുംബാംഗങ്ങളും കണ്ണമാലി, ചെറിയ കടവ് ഉൾപ്പെടെയുള്ള ഭാഗത്ത് താമസിക്കുകയും ചെയ്യുന്നു. കുട്ടിക്കാലത്ത് കടൽ തിരമാലകളെ കാണുവാനും ആ കടലമ്മയുടെ ആ സപ്ത സ്വരങ്ങൾ കേൾക്കുവാനും ഒരു ബാലൻ എന്ന നിലയിൽ ഞാൻ അവിടെ ചെറിയ കടവ് ഭാഗങ്ങളിൽ കടലമ്മയെ കാണാനും ആ കടലിൽ ഇറങ്ങി മത്സ്യബന്ധനത്തിന് പോകുന്ന ജ്യേഷ്ഠന്മാരെയും അതിൻ്റെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അമ്മമാരെയും എല്ലാം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ പിന്നീട് ഞാൻ കാണുന്ന ചെല്ലാനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് 2018 മുതലുള്ള അല്ലെങ്കിൽ 2016, 2017 ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ വർഷക്കാലവും നാം ഞെട്ടലോടെയാണ് ഞാൻ കണ്ണമാലി, ചെല്ലാനം ഭാഗത്തെ പത്രത്താളുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഒരു കൂട്ടക്കരച്ചിൽ അമ്മമാരുടെയും സഹോദരങ്ങളുടെയും സ്വന്തം കുഞ്ഞുങ്ങളെ ഒക്കത്തെടുത്തു വെച്ച് ഒരു അഭയാർത്ഥികളെ പോലെ തന്നെ
ഓടി ഏതെങ്കിലും അഭയകേന്ദ്രങ്ങളിൽ 15-20 നാൾ വസിക്കുകയും ആരുടെയെങ്കിലും കൃപ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വിലപിക്കുന്ന അമ്മമാരുടെയും സഹോദരങ്ങളുടെയും മുഖം ഞാൻ മാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്തത് ഒരു നേറിയ അല്ലെങ്കിൽ വളരെ ഹൃദയനൊമ്പരം എന്നിൽ ഇപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട്. പല ചിത്രങ്ങളും എൻ്റെ കൺമുന്നിൽ ഇപ്പോൾ തെളിയുകയാണ്. ഈ ദുഃഖത്തിൽ നിന്നും ഒരു മാറ്റം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് സാധിക്കില്ല. ജനാധിപത്യത്തിൽ വാഗ്ദാനങ്ങളെക്കാൾ കാര്യങ്ങൾ പറയാതെ ജനങ്ങളുടെ ഹിതമനുസരിച്ച് നടപ്പിലാക്കുന്നതാണ് ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ കർത്തവ്യം. ഇത്തരത്തിൽ കൊച്ചി നിയോജകമണ്ഡലത്തിലെ ചെല്ലാനം ഉൾപ്പെടെയുള്ള ഭാഗത്തെ ഏറ്റവും പ്രധാന പ്രശ്നമായി ഞാൻ കാണുന്നത് അവിടുത്തെ കടൽ ഭിത്തി അല്ലെങ്കിൽ പുലിമുട്ട് എന്ന് പറയുന്ന അതിൻ്റെ നിർമ്മാണം ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളത്. അശാസ്ത്രീയമായി ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും, നമുക്കറിയാം റോഡ് എന്തെങ്കിലും ഒരു ടാർ ചെയ്ത് ആ തരത്തിൽ ഒരു തട്ടിമുട്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമ്പോൾ എങ്ങനെയിരിക്കും നമുക്കറിയാം. ഏച്ചി കെട്ടിയാൽ മുളച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു കക്ഷി എന്ന നിലയിൽ ഞാൻ ആദ്യമായി നമ്മുടെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. NDAയുടെ സ്ഥാനാർത്ഥിയായി CG രാജഗോപാൽ മുത്തു എന്ന എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പു തരുന്ന പ്രധാന കാര്യം കടൽ ഭിത്തി നിർമ്മാണം അല്ലെങ്കിൽ പുലിമുട്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കും. കേന്ദ്ര പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ സ്വാഭാവികമായും നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുന്നത്. സർ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് കൊച്ചി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് താങ്കൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല ഒരു ചോദ്യമാണ് ചോദ്യകർത്താവായി അങ്ങ് ചോദിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കേൾക്കുവാനും താല്പര്യമുണ്ടാകും. BJPയെ സംബന്ധിച്ച് ബാലികേറ മല എന്ന അങ്ങയുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് അതിന് ഏറ്റവും ഉദാഹരണമാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ നിന്നും 2ൽ നിന്നും ഇന്ന് 300+ എന്ന അവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ BJP ഏത് മലയും കയറും എന്നതിൻ്റെ തെളിവാണത്. മറ്റൊന്ന്, പണ്ട് എൻ്റെ കുട്ടിനാളിൽ കേട്ടിട്ടുണ്ട് BJPയുടെ അല്ലെങ്കിൽ ജനസംഘത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പരിപ്പമൊന്നും കേരളത്തിൽ വേവില്ല എന്ന്. ഇപ്പോൾ ആ പരിപ്പ് നല്ല നെയ്യൊക്കിട്ട് നല്ല രീതിയിൽ വേവിച്ച് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ പാകത്തിൽ ആയിക്കഴിഞ്ഞു. BJP ഇന്ന് ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടിയാണ്. കൊച്ചി നിയോജക മണ്ഡലത്തിൽ നല്ല സംഘടനാപരമായി തുടക്ക കാലഘട്ടത്തിൽ തൊട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ ജനസംഘ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ പരിവാർ പ്രസ്ഥാനങ്ങളുടെ
അടിത്തറ നല്ല ശക്തമായ നിലയിൽ അതിൻ്റെ ഫൗണ്ടേഷൻ നൽകിയിട്ടാണ് പല മുതിർന്ന കാര്യകർത്താക്കളും കടന്നുപോയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് പുതിയ കാലഘട്ടത്തിലെ പ്രവർത്തകർ എന്ന നിലയിൽ അവർ തന്നിട്ടുള്ള ഉറച്ച ഫൗണ്ടേഷൻ, അടിത്തറ, അത് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അത് മനോഹരമായ ഒരു സൗധം തീർക്കുവാനുള്ള അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. സ്വാഭാവികമായും ഇന്ന് BJP ഏകദേശം 40ഓളം നിയോജക മണ്ഡലങ്ങളിൽ 30,000-ൽ പരം വോട്ടുകൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുന്നേ നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 15,000-ഓളം വോട്ടുകളുണ്ട്. സ്വാഭാവികമായും നരേന്ദ്രമോദിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങളുടെ മനസ്സിൽ ഇരുമുന്നണികളോടുമുള്ള വിരോധം, വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ച മുന്നണികളോടുള്ള പ്രതികാരം, വികസനത്തിന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മനസ്സ്, ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ച് ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇടതു വലതു മുന്നണികൾ ചെയ്തിരുന്ന കുടിലത, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ചെല്ലാനം മേഖലയിലെ ഏറ്റവും പ്രമുഖമായ കോൺഗ്രസ് കുടുംബത്തിലെ DCC അംഗമായ മാത്യു മാഷ് എന്ന അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ബിജു, അദ്ദേഹവും ഏകദേശം 200ഓളം അവരുടെ അംഗങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം നേടി മുന്നോട്ട് വന്നിരിക്കുന്നു. അതുപോലെ നിരവധി ചെല്ലാനം കണ്ണമാലി ഭാഗത്തെ പ്രവർത്തകർ BJPയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ BJP കൊച്ചി നിയോജക മണ്ഡലത്തിൽ അത്ഭുതം സൃഷ്ടിക്കും, NDA അത്ഭുതം സൃഷ്ടിക്കും. ചരിത്രത്തിൽ ആദ്യമായി തന്നെ അങ്ങ് നിയമം ഉൾപ്പെടെ ചർച്ച ചെയ്യുമ്പോൾ കൊച്ചി നിയോജക മണ്ഡലത്തിൽ നിന്നും അവരുടെ സാമാജികനായിട്ട് കൊച്ചി നിവാസികൾ CG രാജഗോപാൽ മുത്തു എന്നെ തിരഞ്ഞെടുത്തിരിക്കും. സാർ, നമ്മൾ വീണ്ടും ചെല്ലാനത്തിലേക്ക് തന്നെയാണ് തിരികെ വരുന്നത്. ചോദ്യങ്ങളിലൂടെ വീണ്ടും ചെല്ലാനത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ചെല്ലാനം ഇന്ത്യയുടെ ഒരു കോസ്റ്റൽ അതിർത്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആ ചെല്ലാനത്തെ പ്രദേശത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കടൽക്ഷോഭം തന്നെയാണ്. അപ്പോൾ ഈ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ താങ്കൾ ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരമായി ലക്ഷ്യം കാണുന്നത്? നമ്മെ സംബന്ധിച്ച് കൊച്ചി നിയോജകമണ്ഡലത്തിലെ ഒരു മർമ്മപ്രധാനമായ ഭാഗം തന്നെയാണ് ചെല്ലാനം. അപ്പോൾ ചെല്ലാനവുമായി ബന്ധപ്പെട്ട അങ്ങയുടെ ചോദ്യത്തിന് ചെല്ലാനം ഭാഗത്തെ കേന്ദ്രീകരിച്ച് വേണം തന്നെ ഉത്തരം നൽകേണ്ടത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ NDAയെ സംബന്ധിച്ച് ഭാരതത്തിലെ ഓരോ ഭാഗവും പ്രധാനപ്പെട്ടതാണ്. ഒന്നിനെയും ഞങ്ങൾ വ്യത്യസ്തമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചില ഏരിയകളിലെ ഭൂപ്രകൃതിയെ ഇതിനനുസരിച്ച് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ചെല്ലാനത്തെ പ്രശ്നം ആണെന്ന് അങ്ങയുടെ ചോദ്യം തന്നെ മറ്റ് മുന്നണികൾക്ക് എതിരെയുള്ള ഒരു ബാണമാണ്. കാരണം അവരൊന്നും ചെയ്തിട്ടില്ല എന്നതിന് തെളിവാണല്ലോ അങ്ങ് ചോദ്യത്തിൽ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ പരിഹാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഒരു പ്രത്യേക IIT പോലെയുള്ള കേന്ദ്രങ്ങളെ സമീപിച്ചുകൊണ്ട് ഒരു ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് ചെല്ലാനത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കുകയും അവരെ ആ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന്
അപ്പോൾ തിരഞ്ഞെടുത്ത് 30 ദിവസത്തിനകം അങ്ങനെ ഒരു ഏജൻസിയെ കണ്ടുപിടിച്ച് 30 ദിവസത്തിനുള്ളിൽ അതിനുവേണ്ടി ഒരു ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഏജൻസിയെ കണ്ടുപിടിച്ച് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ, നമുക്കറിയാം ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് മഴയ്ക്ക് വരും, അപ്പോൾ തുടക്കത്തിൽ തന്നെ എത്രയും ഫാസ്റ്റ്, നമുക്കറിയാം മെട്രോമാനെ പോലെയുള്ള ആളുകൾ BJPയിൽ ചേർന്ന് കഴിഞ്ഞു. അതുപോലെയുള്ള അവരുടെ എക്സ്പെർട്ട്നെസ് അല്ലെങ്കിൽ ടെക്നിക്കൽ അവരുടെ വൈവിധ്യങ്ങൾ ഈ മേഖലയിലും ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായും ചെല്ലാനത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക, അത് കടലിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ തിരമാലകളിൽ നിന്നും അവരെ രക്ഷിക്കുക, അതിനുശേഷം അവർക്ക് സുരക്ഷ നൽകിക്കൊണ്ട് അവർക്ക് സ്വത്തിനും കുടുംബത്തിനും എല്ലാം സുരക്ഷ നൽകിക്കൊണ്ട് അവരുടെ ജീവനോപാധിയായി കാണുന്ന മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഉദാഹരണത്തിന് വല, വള്ളം, കൂടാതെ വരുന്ന എക്യുപ്മെൻറ്റ്സ്, പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്കരണം, ഈ തരത്തിൽ ഒരു പ്രത്യേക സെൻറ്റർ ഫോർ, നമുക്ക് CMFR, സെൻട്രൽ ഫോർ മറൈൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേക ആ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരു സബ് സെൻറ്റർ കൊണ്ടുവന്ന് ഈ രീതിയിൽ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ക്ഷേമവും അവരുടെ മത്സ്യത്തിൻ്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കും. കൂടാതെ ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മത്സ്യ പരിപാലന വിഷയത്തിൽ, അത് മത്സ്യത്തിനെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ഉൾനാടൻ മത്സ്യത്തിൻ്റെ കേന്ദ്രങ്ങൾക്ക് പ്രത്യേക പരിഗണനയും നൽകിക്കൊണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള മത്സ്യസമ്പത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെൻറ്റർ അവിടെ സ്ഥാപിക്കും. അതോടൊപ്പം അപകടം, നമുക്കറിയാം ചിലപ്പോൾ പുലിമുട്ട് അതെല്ലാം നിർമ്മിച്ച ശേഷവും ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുന്ന ചെല്ലാനം മേഖലയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഇൻഷുറൻസ് പദ്ധതിയിൽ, ഇൻഷുറൻസ് പരിരക്ഷണത്തിൽ പ്രത്യേക ഹെൽത്ത് പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ എല്ലാ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കും. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സർ, നമ്മളുടെ ചെല്ലാനത്തുള്ള നമ്മുടെ ഗ്രാമത്തിലെ ഒരു കുട്ടി, എഡ്ഗർ സെബാസ്റ്റ്യൻ എന്നാണ് കുട്ടിയുടെ പേര്. അതെ, അവൻ രാഷ്ട്രപതിക്ക് ഒരു കത്തയച്ചിരുന്നു. ചെല്ലാനത്തിൻ്റെ കടക്ഷോഭത്തെ ഉന്നയിച്ചുകൊണ്ടാണ് ആ കത്ത് അദ്ദേഹത്തിന് അയക്കുന്നത്. അദ്ദേഹം തിരിച്ചതിന് മറുപടിയും കൊടുത്തിരുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതിൻ്റെ വസ്തുതകൾ അന്വേഷിച്ചുകൊണ്ട് അവിടെ കൃത്യമായ നടപടി എടുക്കണമെന്നുള്ള ഒരു തിരിച്ചുള്ളൊരു മറുപടി കിട്ടിയിരുന്നു. പക്ഷേ അതിന് മുന്നോട്ട് ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മളുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ അവിടെയുള്ള BJP അണികളായാലും അതിനെ ഫോളോ അപ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. എന്തായിരിക്കണം ആ കാരണം എന്നാണ് താങ്കളുടെ ഒരു നിഗമനം? രാഷ്ട്രപതിക്ക് ചെല്ലാനത്തെ എൻ്റെ പ്രിയ കൊച്ചു സഹോദരൻ എഴുതിയ കത്തിന് അവിടുത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി ലഭിച്ചു. തുടർ നടപടികളിൽ ചില വീഴ്ചകൾ അല്ലെങ്കിൽ ഒരു മന്ദത അനുഭവപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ നേരിൽ ബന്ധപ്പെട്ട് ഈ പരിഹാരം കാണാൻ ഞാൻ ശ്രമിക്കും. ആ കുട്ടി അർഹമായ മറുപടി ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം തന്നെ ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹത്തിനോട് ഈ വിഷയം നാളെ തന്നെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ എഡ്ഗറിനെ പോയി നാളെയോ കണ്ട് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കും. ഏതായാലും എൻ്റെ പ്രിയ സഹോദരനെ ഞാൻ പ്രത്യേകം ആ കൊച്ചനുജനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളാണ് ഭാവി തലമുറയുടെ വാഗ്ദാനം.
സ്വന്തം നാടിൻ്റെ വികസനത്തിനും വികാസത്തിനും വേണ്ടി സ്വപ്നം കാണുന്ന അവർ അതുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് കത്തെഴുതിയത്. അതുകൊണ്ട് തീർച്ചയായും ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ചെല്ലാനത്തിനുള്ള ഒരു ടോട്ടൽ പാക്കേജ് എന്തായിരിക്കും? തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്നൊരു സംശയം എനിക്കില്ല. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കും. അത് ജനങ്ങളുടെ ആവശ്യമാണ്. CG രാജഗോപാൽ അല്ലെങ്കിൽ മുത്തു എന്നാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, ജയിക്കേണ്ടത് നമ്മുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യമാണ്, ഭാവി തലമുറയുടെ ആവശ്യമാണ്. സ്വാഭാവികമായും ആ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്ന് ഒന്നുമില്ല, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കും. ഇത്തരത്തിൽ ചെല്ലാനത്തിന് വേണ്ടത് എന്ത് പാക്കേജാണ് എന്നങ്ങ് ചോദിച്ചു. ചെല്ലാനത്തിന് ഒരു മനോഹരമായ ഒരു ശക്തിയേറിയ ഒരു സുരക്ഷാ കവചം, പ്രത്യേകിച്ച് അത് ആരോഗ്യ മേഖലയിലാണെങ്കിൽ, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇൻഷുറൻസ് പദ്ധതി. ഒരു മനുഷ്യന് ആവശ്യം വേണ്ടത് ഇൻഷുറൻസ്, പോഷക ആഹാരം, ഇങ്ങനെ അർഹതപ്പെട്ടവർക്ക് അർഹമായ രീതിയിൽ ചെല്ലാനത്തിന് വേണ്ടത്, ചെല്ലാനത്തിനെ മനമറിഞ്ഞ് നൽകേണ്ടത് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ. അമ്മ കുട്ടിക്ക് പാൽ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ കരഞ്ഞാലും കൊടുക്കും, കരഞ്ഞില്ലേലും കൊടുക്കും. ഇത്തരത്തിൽ ചെല്ലാനത്തിനോട് പ്രത്യേക മമതയും, എന്നാൽ എല്ലാവരോടും, നിയോജക മണ്ഡലത്തിലെ എല്ലാവരോടും തികഞ്ഞ ന്യായമായ രീതിയിലുള്ള മമതയും ന്യായവും ചെലുത്തിക്കൊണ്ട് ന്യായമായ അവകാശത്തിന് നിൽക്കുന്ന ചെല്ലാനത്തുകാർക്ക് ന്യായമായ രീതിയിലുള്ള കാര്യങ്ങൾ ശക്തമായ രീതിയിൽ ചെയ്തു കൊടുക്കും. ഈ തിരക്ക് പിടിച്ച പ്രചരണവേളയിലും ചൂടുപിടിച്ച പ്രചരണവേളയിലും എല്ലാം കൊണ്ടും പ്രകൃതിയായിട്ടും നല്ല ചൂടാണ്. ഈ അവസരത്തിൽ നമുക്ക് ഈ ഒരു നിമിഷം ഞങ്ങൾക്ക് തന്നതിനും ഞങ്ങളുടെ ചെല്ലാനത്തെ ജനങ്ങളോട് സംവദിച്ചതിനും നന്ദി അറിയിക്കുകയാണ്. എല്ലാ വിജയാശംസകളും നേരുന്നു. വളരെ നന്ദി.